അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് റവ കൊണ്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സബോളയാണ്. 2 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് നിലക്കടല, കുറച്ച് ബീൻസ്, ഒരു തക്കാളി, കുറച്ച് ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് എന്ന് വെച്ചാൽ ഒരു 200 ഗ്രാം ഉണ്ടാവും. ഞാനൊരു ഗ്ലാസ്സിലാണ് അളന്ന് വെച്ചിട്ടുള്ളത്. ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകും 1 ടീസ്പൂണ് ഉഴുന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് നിലക്കടല എല്ലാം കടിക്കാൻ കിട്ടുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഉപ്പുമാവ്. ഇപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് പച്ചക്കറി എല്ലാം ചെറുങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ പച്ചക്കറി കഴിച്ച പോലെ ആവും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു തവ വെച്ചിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. ഒരു 4 മിനിറ്റോളം വറുത്താൽ മതി. കുറച്ച് റവയല്ലേ ഉള്ളൂ. 200 ഗ്രാം റവ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. 1/4 മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതിയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഒരു ഗ്ലാസ് എല്ലാം അളന്നിട്ട് റവ എടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ റവ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിക്കണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ റവ ഉപ്പുമാവിനെ. അപ്പം ഞാനൊരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ റവ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ബോയിലായിട്ടുമുണ്ട്. അപ്പം നമുക്ക് റവ എടുത്ത അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇതാ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് വളരെ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കിയതിൻ്റെ ശേഷം പിന്നെ ഇടാൻ പാടുള്ളൂ. കുറച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പേ ഇടാൻ പാടുള്ളൂ. അപ്പം ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണിപ്പോൾ ഇട്ടിട്ടുള്ളത് 200 ഗ്രാം റവ ഉപ്പുമാവിന്. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നതിനോട് കൂടി തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ വറുത്ത റവ ഇടുമ്പോൾ അത്ര പെട്ടെന്ന് കട്ടയാവില്ലെങ്കിലും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഒരു 3-4 മിനിറ്റ് കൊണ്ട് റവൻ്റെ ഉപ്പുമാവ് റെഡിയായി കിട്ടും. വറുത്ത റവയും കൂടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഇത് റെഡിയായ പാട് നമ്മൾ കുറച്ച് വെള്ളം പറ്റിയ പാട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതേ ചൂടിൽ തന്നെ നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി. ഇതാ മല്ലിയില ലാസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ റെഡിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റ് അടച്ച് വെക്കാം. ഒട്ടാകെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഒരു 15 മിനിറ്റ് സമയം എടുക്കും. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. റെഡിയായ പാട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചൂടോടെ തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ റവൻ്റെ ഉപ്പുമാവ് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു ചായയോ കട്ടൻ ചായയോ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.